ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്ക് ഉണ്ടല്ലോ, ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട്, ആക്സിലേറ്റർ കേബിൾ റൈസ് ആവുന്നുണ്ട്. ഈ രണ്ട് കംപ്ലയിൻറ്റുകളാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ചെയിൻ സ്പോക്കറ്റിൻ്റെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. സ്പോക്കറ്റിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതായത് ബാക്കിലത്തെ സ്പോക്കറ്റൊക്കെ ശരിക്കും അതിൻ്റെ ടീത്തൊക്കെ ഉണ്ടല്ലോ ഫുള്ള് തേമാനം വന്ന് നല്ല രീതിയിൽ തന്നെ കംപ്ലൈൻറ്റ് വന്നിരുന്നു. പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെ നമുക്ക് മാറ്റുമ്പോൾ ഇതേപോലെ കിറ്റായിട്ടാണ്, രണ്ട് സ്പോക്കറ്റും ചെയിനും കൂടിയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ചെയിൻ കിറ്റായിട്ട് മാറ്റണം. പിന്നെ അതേപോലെ വീലിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ മൊത്തം പൊട്ടി കിടക്കാനുണ്ട്. അപ്പോൾ അതായത് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷേ നമുക്കത് കിറ്റായിട്ടാണ് വരുള്ളൂ. കിറ്റ് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ അതിനകത്ത് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ഹബ്ബ് കംപ്ലൈൻറ്റാണ്. ബാക്കിലത്തെ ഹബ്ബ് എനിക്ക് തോന്നുന്നു സ്പ്രിങ് എന്തെങ്കിലും പൊട്ടി വീണതായിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്തിട്ടാലും പക്ക ക്ലിയർ ആവില്ല. ഇതിന് ശരിക്കും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീൽ അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടയർ റിമ്മും കൂടിയിട്ട് അഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ലെയ്ത്തി കൊടുത്തത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് താമസം വന്ന വഴിയാണത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ പരമാവധി ഈ ലൈനർ നിങ്ങൾ ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം 2 ദിവസം ഇവിടെ വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിത് ലെയ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഡ്രം സ്ലീവ് അങ്ങനെ തന്നെ മാറ്റി പുതിയ ഡ്രം സ്ലീവ് സെറ്റ് ചെയ്യാം. അതിന് ശേഷം ലൈനർ പുതിയതിട്ട് കഴിഞ്ഞാൽ ശരിക്കും പുതിയ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആയി കിട്ടും. അതല്ലാതെ കൊണ്ട് നമ്മൾ ഇതുമേക്ക് ലൈനർ ആ ലൈനർ പരമാവധി ഇപ്പോൾ കിടക്കുന്ന ലൈനറായാലും പരമാവധി ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് തീർന്നേക്കാളും പിന്നെ മാറ്റേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് കുറേ ഓടി കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ ഇത് പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം പിന്നീട് ഡ്രം സ്ലീവ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ആക്സിലേറ്റർ വണ്ടി ഇടയ്ക്ക് റേസ് ആവണം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന മിസ്റ്റേക്കാണ്. കാർബറേറ്ററിനകത്ത് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ സ്ലൈഡറൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഫംഗസ് പിടിച്ചാണ് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. തൽക്കാലം നമ്മളത് ശരിക്കും ഒരു സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്മൂത്ത് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഒരല്പം ഗ്രീസ് മയൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്നുകൂടായിക്കൊന്നുമില്ല, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വന്നേക്കണ തേമാനം പോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഈ വന്ന ബോട്ടത്തിൻ്റെ ഈ ഭാഗത്തും തേമാനം വന്നിട്ടുണ്ടാവും ഉള്ളിൽ. അപ്പോൾ അത് നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യൽ പോസിബിൾ അല്ല. അതങ്ങനെ ചെയ്താലും ചൊവ്വാവില്ല. തൽക്കാലം ഈ സ്ലൈഡറാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. സ്ലൈഡ് ഞാൻ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നീട് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലിയെപ്പാടി മാറ്റി വയ്ക്കാനൊക്കെയാണ് പറ്റുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പെട്രോളിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ പെട്രോൾ കംപ്ലൈൻറ്റാണ്, അതുകൊണ്ട് ഓവർഫ്ലോ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പരമാവധി സ്ലൈഡർ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം. അതിന് ശേഷം നോക്കാം. കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാം. അതേപോലെ തന്നെയാണ് ഈ ലൈനറിൻ്റെ കേസ് കേട്ടോ. ലൈനർ മാറ്റിയിടുന്ന സമയത്ത് ഹബ്ബ് കൊടുത്ത് സ്ലീവ് ചെയ്ത് കയറ്റണമായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു 500 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മാക്സിമം ലൂസായിട്ട് ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. പുതിയ ചെയിനാണ്, നമ്മൾ ഒരു 500 കിലോമീറ്റർ ആകുമ്പോൾ ടൈറ്റ് ചെയ്യണം. പിന്നെ ഓരോ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് അതിന് കുറച്ച് ഓയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ലൈഫ് നമുക്കതൊന്ന് കിട്ടും കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കുക, ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്തേക്കാം കേട്ടോ.